അടുത്തത് 24 ഇംപാക്ട് വാർത്തയാണ്. RCC സ്റ്റാഫ് നഴ്സ് നിയമനത്തിനായി വീണ്ടും പരീക്ഷ നടത്തും. താത്കാലിക സ്റ്റാഫ് നഴ്സ് തസ്തികയിൽ ബന്ധു നിയമനം നടത്തിയെന്ന കണ്ടെത്തലിൽ ചീഫ് നഴ്സിംഗ് ഓഫീസർ ശ്രീലേഖ ആറിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. 24 ആണ് RCC സ്റ്റാഫ് നഴ്സ് നിയമന ക്രമക്കേട് പുറത്തു കൊണ്ടുവന്നത്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി. അലക്സ്, ആ വാർത്ത ഫലം കണ്ടിരിക്കുന്നു. വീണ്ടും പരീക്ഷ നടത്തും. അതിൽ ചെലവ് കുറ്റക്കാരിയിൽ നിന്ന് ഈടാക്കും. വിവരങ്ങൾ. അനുജ, തീർച്ചയായും. അതായത് RCCയിലെ സ്റ്റാഫ് നഴ്സ് നിയമനവുമായി ബന്ധപ്പെട്ട ക്രമക്കേട് പുറത്തു കൊണ്ടുവന്നത് 24 ആണ്. ഇതിൽ ഈ ഇന്റർവ്യൂ, അതായത് അഭിമുഖത്തിലും പരീക്ഷയിലും അടക്കം ആദ്യ അവസാനം വരെ ഇടപെട്ട് ബന്ധുക്കളെ അടക്കം നിയമിച്ചു, അടുപ്പക്കാരെ അടക്കം സ്റ്റാഫ് നഴ്സായി നിയമിച്ചു എന്നുള്ളതാണ് അവിടുത്തെ ചീഫ് നഴ്സിംഗ് ഓഫീസർ ശ്രീലേഖ ആറിനെതിരായ പരാതി. ആ പരാതിയിന്മേൽ RCCയുടെ അന്വേഷണം നടന്നു. RCCയുടെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് അത് ആരോഗ്യവകുപ്പിന് കൈമാറുകയും ആരോഗ്യവകുപ്പ് RCCക്ക് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട നടപടികൾ ഉത്തരവായി തന്നെ നിർദ്ദേശിക്കുകയും ഉണ്ടായി. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ പരീക്ഷ റദ്ദു ചെയ്യണം എന്നുള്ളതാണ്. അതായത് നിലവിൽ 18 പേരെയാണ് അവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. ആ 18 പേരെയും പിരിച്ചുവിടണം. ആ പരീക്ഷ റദ്ദു ചെയ്ത് 319 പേരടങ്ങിയ ആ പരീക്ഷ എഴുതിയവരെ വീണ്ടും പരീക്ഷ എഴുതിപ്പിക്കണം. അഭിമുഖം ഉണ്ടാകില്ല, എഴുത്തു പരീക്ഷ മാത്രം എഴുതിപ്പിക്കണം. മറ്റൊന്ന്, ഈ ശ്രീലേഖ ആറിനെതിരെ, ചീഫ് നഴ്സിംഗ് ഓഫീസർക്കെതിരെ അച്ചടക്ക നടപടിക്ക് കൂടി ശുപാർശ ചെയ്തിരുന്നു. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം, ഈ പരീക്ഷാ നടത്തിപ്പിന് RCCക്ക് പുറത്തുള്ള സർക്കാർ അംഗീകാരമുള്ള ഏജൻസിയെ ചുമതലപ്പെടുത്തണമെന്നാണ് സർക്കാർ നിർദ്ദേശിച്ചിരുന്നത്. അതിൽ ആ പരീക്ഷാ നടത്തിപ്പിനായി LBS സെന്ററിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാന സർക്കാർ അത്തരമൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുനഃപരീക്ഷ നടത്തുന്നതിന് അധികമായി ചെലവാകുന്ന തുക ഈ കുറ്റക്കാരിൽ നിന്ന് ഈടാക്കാനും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ശ്രീലേഖ ആറിൽ നിന്ന് ഈ അധികമായി ചെലവാകുന്ന തുക ഈടാക്കും. ഇതിന്റെ പകർപ്പ് 24-ന് ലഭിച്ചിട്ടുണ്ട്. ഈ കുറ്റത്തിന്, അതായത് താൽക്കാലിക സ്റ്റാഫ് നഴ്സ് തസ്തികയിൽ ബന്ധു നിയമനം നടത്തിയെന്ന കണ്ടെത്തലിൽ ചീഫ് നഴ്സിംഗ് ഓഫീസർ ശ്രീലേഖ ആറിനെ നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. മറ്റ് കൂടുതൽ അച്ചടക്ക നടപടികൾ എന്താണ് എന്നുള്ള കാര്യം RCC ആലോചിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട തീരുമാനം അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. RCC സ്റ്റാഫ് നഴ്സ് നിയമന ക്രമക്കേട് പുറത്തു കൊണ്ടുവന്നത് 24 ആണ്. അതിലാണിപ്പോൾ നടപടിയായിരിക്കുന്നത്. 24 ഇംപാക്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.